ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെനിസ് മടിയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പ്രശസ്തനായി മാറാൻ പറ്റും. അതുകൊണ്ടുള്ള പെട്ടെന്ന് പ്രത്യേകിച്ച് നാദിഷ ഈശോ എന്നൊരു സിനിമ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ, ഒരു സംവാദം ഇട്ട് കഴിഞ്ഞപ്പോൾ ഈശോ എന്നുള്ള പേര് ഈശോയുടെ രൂപം കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ കേശു ഈ വീടിൻ്റെ നായകനെന്നും ഇപ്പോൾ ഇതപ്പോൾ മലയാളത്തിൽ വേറൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, ഈശോ എന്നുള്ള പേരൊക്കെ വെച്ചുകൊണ്ട് പൃഥ്വിരാജ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കത്തോലിക്ക സഭയെ, ക്രൈസ്തവ സഭയെ അവഹേളിക്കാൻ, അതുള്ള ദൈവവിശ്വാസത്തെ അവഹേളിക്കാൻ, അല്ലെങ്കിൽ അവരെടുക്കുന്ന ഡ്രസ്സുകളെ എടുത്തുകൊണ്ട് അവഹേളിക്കാൻ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? കുരിശൊക്കെ ഇട്ടുകൊണ്ട് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുരിശിട്ടവരൊക്കെ വില്ലന്മാരായി മാറും. അങ്ങനെ എത്രമാത്രം അവഹേളിക്കാൻ പറ്റുന്നു അത്രമാത്രം അവഹേളിച്ചുകൊണ്ട് അങ്ങ് ഫേമസ് ആവാൻ നോക്കുന്ന ഒരു വലിയൊരു കാലഘട്ടത്തോടെ പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം എന്താ പറയുക, ഒരു പ്രശസ്തയായ ഫോട്ടോഗ്രാഫ്, ഒരു ലേഡി, അവളെ പേര് പോലും ഞാൻ പറയുന്നില്ല. അവളെ ആ ലേഡിക്ക് ഒരു ആഗ്രഹം, 2 മോഡലുകൾ വെച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പേരിട് കിടന്ന് അങ്ങനെ 2 മോഡലുകൾ വെച്ചുകൊണ്ട് കന്യാസ്ത്രീമാരുടെ വേഷമിട്ട് കുരിശ് രൂപത്തിട്ടുകൊണ്ട് ആ 2 മോഡലുകളെ വ്യത്യസ്ത ആംഗിളിലുള്ള ഫോട്ടോസ് നമ്മൾ ഈയിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവർ ഫേമസ് ആയി, അവർ മോഡലുകൾ ഫേമസ് ആയി, ഫോട്ടോഗ്രാഫർ ഫേമസ് ആയി. കാരണം കർത്താവിൻ്റെ മണവാട്ടിമാർ ബ്രഹ്മചാര്യം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശുദ്ധ വേഷം അവരെ തന്നെ ചിലപ്പോൾ കോൺവെന്റിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ആണെങ്കിൽ അവർ പഠിച്ച സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ആ വിശുദ്ധ വേഷത്തെ എത്രമാത്രം അവഹേളിക്കാൻ കുരിശ് രൂപത്തെ ഇട്ടുകൊണ്ട് അവർ പരസ്പരം കെട്ടുപിടിച്ച് ആലിംഗനത്തിന് വ്യത്യസ്തമായി ഫോട്ടോ എടുത്ത് അവരങ്ങ് ഫേമസ് ആവുകയല്ലേ ചെയ്യുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഈ സിനിമാ ഫീൽഡിലൊക്കെ സ്വന്തം വീട്ടുകാരെ വിറ്റു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അത്രയും ആളുകളിലേക്ക് ഞാൻ പോകുന്നില്ല, ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അമ്മയും പെങ്ങളൊന്നും തിരിച്ചറിയാത്ത രൂപത്തിൽ പോകുന്ന ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്. പെട്ടെന്ന് കാശുകാരനാവണം, പെട്ടെന്ന് അങ്ങ് ഫേമസുകാരായി മാറണം. ഇതുപോലെ തന്നെയാണ് ഈ 2-3 പേര്, 2 മോഡലുകൾ, ഒപ്പം തന്നെ ഫോട്ടോഗ്രാഫർ എടുത്ത് വ്യത്യസ്ത ഫോട്ടോ എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മീഡിയകളിലൊക്കെ ഇട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് അങ്ങ് ഫേമസ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവര് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ പോലെ ഇരുമ്പാണിമേൽ അത് തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം കത്തോലിക്ക സഭയിലെ വിശ്വാസത്തെ എത്രമാത്രം താറുമാറ് ചെയ്താലും, ഇല്ലെങ്കിൽ അവരുടെ വിശുദ്ധ വസ്തുക്കളെ സിനിമകളിലാണെങ്കിലും ഇങ്ങനെ ഫോട്ടോ മേക്കപ്പ് ആണെങ്കിലും ഏത് മേഖലകളാണെങ്കിലും അത് പ്രദർശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എത്രമാത്രം പ്രദർശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കത്തോലിക്ക വിശ്വാസികൾ മിണ്ടില്ല എന്ന് അവർക്കറിയാം, ഇല്ലേ? എന്നാൽ ലോകം മുഴുവൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീമാരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു സെക്സിന് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഫേമസ് ആവാൻ വേണ്ടി ഞാൻ പലപ്പോഴും ബാധിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ കോമ്പറ്റീവിക്കാനും എന്നല്ല പറയുന്നത്. ഇതൊക്കെ അപ്പുറത്തെ മതവിഭാഗക്കാർ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എന്താ പറയുക, പർദ്ദയോ മറ്റേതെങ്കിലും തിരട്ടുകൊണ്ട് നിങ്ങൾ അത് വിവരം അറിയും, നിങ്ങൾ ശരിക്കും അത് വിവരം അറിയും ശരിക്കും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ വൈദികരെയോ സന്യസ്തരെയോ മറ്റ് വ്യക്തികളെയോ പ്രധാനപ്പെട്ട വ്യക്തികളോ വിശുദ്ധ വസ്തുക്കളെയോ, ബന്ധിക അല്ലെങ്കിൽ കുരിശുമാല അല്ലെങ്കിൽ കൊന്ത, വിശുദ്ധ ബൈബിള്, ഇതിനെ എങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾ അവഹേളിച്ചാലും കത്തോലിക്ക വിശ്വാസികൾ മിണ്ടില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തം അറിയാം. ആരും നിങ്ങളെ തീ കത്തിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നില്ല, നിങ്ങളെ കോടതിയിലേക്ക് കയറ്റാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇനിയും നിങ്ങൾക്ക് പ്രശസ്തരാവാൻ വേണ്ടി, ഇല്ലേ, വളരെ പ്രശസ്തി ലഭിക്കാൻ വേണ്ടി ഇനിയും ഇതുപോലെ കന്യാസ്ത്രീമാരെയും അച്ഛന്മാരുടെയും ഒക്കെ വേഷം കെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് ഫേമസ് ആയി മാറും. എൻ്റെ ദൈവമക്കളെ, എത്രയോ നല്ല മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് പ്രശസ്തിയിലേക്ക് എത്താൻ വേണ്ടി, എത്രയോ നല്ല മാർഗങ്ങളുണ്ട്. ഇത്രയും വിശുദ്ധ വസ്ത്രം, ഇല്ലേ, എത്രയോ കന്യാസ്ത്രീമാർ ഈ നാടിന് വേണ്ടി സേവനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാമോ? ഒന്ന് ആലോചിക്കുക, അവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു വേദന, ഒരിറ്റ് കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴുമ്പോഴുണ്ടല്ലോ, എൻ്റെ ദൈവമക്കളെ, ഇതൊക്കെ താങ്ങാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാകണേ. ഒരുപാട് അമ്മമാരുടെ വേദന, കന്യാസ്ത്രീമാരുടെ മാത്രമല്ല, അവരുടെ മാതാപിതാക്കന്മാർ, ഈ സഹോദരന്മാരൊക്കെ ഒരു വേദനയുണ്ട്, ഒരിറ്റ് കണ്ണുനീരുണ്ട്, ഒരു വേദനയില്ലേ? ആ ഒരു വേദന എന്തിനാ മക്കളെ ഈ നാടിനെ ഇങ്ങനെ നശിപ്പിക്കണേ, നമ്മളെ തന്നെ നശിപ്പിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഇത്രമാത്രം അഴിഞ്ഞാടാൻ കത്തോലിക്ക സഭ എന്താ പറയുക, ഒരു ചാഞ്ഞമരായി മാറിയോ എന്നുള്ള. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റിനെ ഇത്രമാത്രം ഫോക്കസ് ചെയ്യാനും, ഒപ്പം തന്നെ ഇത്രമാത്രം വിശുദ്ധമായി കരുതിയിരിക്കുന്ന ഈ തിരുവസ്ത്രങ്ങളെല്ലാം ഇത്രമാത്രം അവഹേളിച്ച് പ്രശസ്തരായി മാറാൻ ഇനിയും ആഗ്രഹിക്കുന്ന ദൈവങ്ങളെ പ്രാർത്ഥനയോടെ ഞങ്ങൾ യാചിക്കാൻ നിങ്ങളുടെ അടുത്ത്.
പ്ലീസ്. ആമേൻ.